ട്രേഡ് സ്മാർട്ട് ആക്കണ്ടേ? ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ മൾട്ടിപ്പിൾ കൺഫർമേഷൻ കിട്ടിയാൽ ട്രേഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടില്ലേ? ആദ്യം മൂവിംഗ് ആവറേജ് വെച്ച് ട്രെൻഡ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ഒരു വലിയ ടൈം ഫ്രെയിമും ചെറിയ ടൈം ഫ്രെയിമും കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ സ്റ്റോക്കിന്റെ ആവറേജ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ സ്റ്റോക്കിന്റെ ആവറേജ് പെർഫോമൻസ് എങ്ങനെയാണെന്നും മനസ്സിലാക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് രണ്ട് മൂവിംഗ് ആവറേജിന്റെയും മുകളിലായിരിക്കും. ബെയറിഷ് ആണെങ്കിൽ മൂവിംഗ് ആവറേജിന്റെ താഴെയായിരിക്കും പ്രൈസ്, അതായത് ക്യാൻഡിൽ. ഇതിന്റെ കൂടെ വലിയ ടൈം ഫ്രെയിമിന്റെ മുകളിൽ ചെറിയ ടൈം ഫ്രെയിം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബുള്ളിഷ് സാധ്യതയാണെന്നും നേരെ തിരിച്ചാണെങ്കിൽ ബെയറിഷ് സാധ്യതയാണെന്നും മനസ്സിലാക്കണം. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം അപ് ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയ ടൈം ഫ്രെയിമിനെ ചെറിയ ടൈം ഫ്രെയിം ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകും. അതൊരു സൂചനയായി കാണാവുന്നതാണ്. അതിന്റെ കൂടെ RSI കൂടി മനസ്സിലാക്കിയാൽ ഒരു കൺഫർമേഷൻ കൂടിയായി. അതായത് 50ക്ക് മുകളിലാണ് വാല്യൂ എങ്കിൽ ബയേഴ്സിന്റെ സ്ട്രെങ്ത് എന്നും 50ക്ക് താഴെയാണെങ്കിൽ സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് വേണം മനസ്സിലാക്കാൻ. 30 റേഞ്ച് ഓവർ സെൽ സോണായും 70 റേഞ്ച് ഓവർ ബൈ സോണായും കരുതണം. പല ചാർട്ട് എടുത്ത് ഇൻഡിക്കേറ്റേഴ്സ് അപ്ലൈ ചെയ്ത് പഠിക്കണം. സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ചാർട്ടിൽ അപ്ലൈ ചെയ്ത് ട്രേഡിംഗിൽ കൂടുതൽ കോൺഫിഡൻസ് കൊണ്ടുവരാൻ കഴിയും. അത് വരും ദിവസങ്ങളിൽ ഓരോന്നായി പറഞ്ഞു തരാം.